ഒന്നും നടക്കാത്ത കാര്യമാണ്. ഞാനോട് പറഞ്ഞു, ഞാനതിന് പറഞ്ഞു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സ്. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ KTM സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിൽ അതിനൊരു പ്രോപ്പർ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലി അതിന് എന്ത് ഡിസിഷൻ എടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യങ്ങളും ഒരു ഇതുവരെ ഒരു മെയിലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നെ ആദ്യം തൊട്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം KTM ആയിട്ട് ഞാൻ എത്ര അധികം അറ്റാച്ച്ഡ് ആണെന്നുള്ളത്. കാരണം എൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് തന്നെ എൻ്റെ ഈ പുറകെ കാണുന്ന ഡ്യൂക്ക് 200 വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രാൻഡിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നും ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാൻ KTM. എൻ്റെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഡ്യൂക്ക് ഞാൻ കുറേ കാലമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് ശേഷം വണ്ടി ഓടിച്ചൊക്കെ തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. സോ അങ്ങനെ ഞാൻ KTM ആലുവ സർവീസ് സെൻറ്ററിൽ വണ്ടി കൊണ്ട് ചെന്ന സമയത്ത് അവർ ചെക്ക് ചെയ്ത സമയത്ത് നമ്മുടെ ഫ്യൂവൽ പമ്പിന് കുറേ കാലം എടുക്കാതെ വെച്ചുകൊണ്ടുള്ള കുറേ കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ദെൻ അവർ ടാങ്കൊക്കെ ക്ലീൻ ചെയ്തു, പമ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവരുടെ സർവീസിൻ്റെ ആൾ തന്നെ വണ്ടി ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തതിന് ശേഷം പറഞ്ഞു ഇപ്പം പ്രശ്നമൊന്നുമില്ല, ഭാവിയിൽ ചിലപ്പോൾ നമ്മുടെ ഫ്യൂൽ പമ്പിന് കംപ്ലയിൻറ്റ് വരാം, കാരണം എടുക്കാതെ ഇട്ട വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്നേരം ആളോട് പറഞ്ഞു എനിക്കിനി ഇവിടുന്ന് വണ്ടി കിട്ടിയ ഉടനെ തന്നെ ലോങ് ഡ്രൈവ് പോകാനുള്ളതാണ്, അപ്പോൾ ഇൻ ബിറ്റ്വീൻ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അവൾ പറഞ്ഞില്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ വഴിയില്ല, ഓടിച്ചിട്ട് വേറെ സീനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് സെയിം ഡേ തന്നെ ഷോറൂമിൽ നിന്ന് ഇറക്കി ആ ദിവസം തന്നെ ഞങ്ങൾ ഇടുക്കിക്ക് പോയതിന് ശേഷം ഇടുക്കി പോകുന്നതിൻ്റെ ഓൺ ഡേ വെച്ചിട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് എത്തി. അതിനുശേഷം അവിടെയുള്ളൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ നമ്മൾ ഈ ഒരു വണ്ടി അവിടെ കയറ്റി വർക്ക് ചെയ്യുന്ന സർവീസിൻ്റെ ആൾക്കാർ നമ്മുടെ വണ്ടിയുടെ ടാങ്ക് അഴിച്ചു, അതുപോലെ തന്നെ ഫ്യൂൽ പമ്പും കാര്യങ്ങളൊക്കെ അഴിച്ചു. ടാങ്ക് അഴിച്ച നേരത്ത് അതിൻ്റെ അകത്ത് ടാങ്ക് അവർ പ്രോപ്പറായിട്ട് KTM ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം ടാങ്കിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറേ അധികം പൊടിയും കാര്യങ്ങളെല്ലാം കിട്ടി. അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരത്തേണ്ടായിരുന്നില്ല, കാരണം അതിൻ്റെ അകത്ത് കുറേ അധികം പൊടി കിട്ടി. അതുപോലെ തന്നെ ഫ്യൂവൽ പമ്പ് അഴിച്ച സമയത്ത് ഫ്യൂവൽ പമ്പിൻ്റെ അകത്ത് ഒരു ഹോസിൻ്റെ അകത്ത് ഒരു ഹോള് കണ്ടെത്തി. അതായത് അതിൻ്റെ അകത്തൊരു പ്രഷർ ഹോള് വന്നുകൊണ്ടാണ് ഈ പ്രഷർ കിട്ടാത്തതെന്നുള്ള കാര്യം. അപ്പം ആ ഒരു ഹോള് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഫ്യൂൽ പമ്പിന് വലിയ പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ആ ലോക്കൽ വർക്ക്ഷോപ്പിൽ ആൾ പറഞ്ഞത്. അപ്പോൾ ഈ സെയിം ഇഷ്യൂ, ഈ ഹോളിൻ്റെ കേസ് ഞാൻ നമ്മുടെ KTMൻ്റെ സർവീസിൻ്റെ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഹോള് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാത്തത്, അല്ലെങ്കിൽ ആ ഒരു പമ്പിലുള്ള ഹോള് നിങ്ങൾ എന്താ നോക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു സാധനം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഹോള് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ലേന്ന് ചോദിച്ചു. അത് ആക്ച്വലി അവിടുത്തെ സർവീസിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഞാൻ എന്തൊക്കെ പറയുന്നോ അതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് മാത്രമേ അവർ സംസാരിക്കത്തുള്ളൂ. ഇതിന് ശേഷം പിന്നെ നമ്മുടെ വണ്ടി കൊച്ചി ഉള്ള ആലുവ, എൻ്റെ വീട് ആലുവയാണ്, തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്റർ കൊടുക്കാതെ കൊച്ചി കാക്കനാടുള്ള വേറെ സർവീസ് സെൻറ്ററിൽ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് എടുക്കാൻ ചെന്ന സമയത്ത് ഈ ഫോണിൽ സംസാരിച്ച മനു എന്ന് പറഞ്ഞ ആളെ നേരിട്ട് കാണുന്നുണ്ടായിട്ടോ. ഒന്നോട് പറയാം, ഞങ്ങൾക്ക് ഇവിടെ എന്തൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ KTM ഇന്ത്യയിലേക്ക് പോയാൽ മതി, നിങ്ങളുടെ ആവശ്യമില്ല അതല്ലേ ഉദ്ദേശിച്ചത്? KTM ഇന്ത്യ പോകുന്നല്ലോ, അങ്ങനല്ലേ? അത് കേട്ടല്ലോ, KTM ഇന്ത്യയിലേക്ക് പോകാം അയച്ചോളോ എന്ന് പറഞ്ഞത് കേട്ടാണോ? ചേട്ടൻ കേട്ടാണോ? ബ്രദർ, നിങ്ങൾക്ക് അതിനാണ് ഇവിടെ ഒരു ജോബ് വന്നേക്കുന്നത്. കേരളത്തിലുള്ള നമ്മളൊരു കാര്യത്തിന് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ KTM ഇന്ത്യ പോയി അന്വേഷിച്ചു എന്ന് പറയാനായിട്ട് നിങ്ങളുടെ ഇവിടെ തന്നെ ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് എല്ലാവർക്കും KTM ഇന്ത്യയിലേക്ക് പോകാനാണെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ള ആൾക്കാരെ ഇവിടെ എന്തിനാണ് KTM വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനൊന്നും പുള്ളിക്കാരന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ ജോബ് കാർഡിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തത് ഫ്യൂൽ പമ്പ് കംപ്ലൈന്റ് ആണ്, എപ്പോൾ വേണമെങ്കിൽ ഫെയിലിയർ ആവാം, നിങ്ങൾ എല്ലാം മെൻഷൻ ചെയ്തത്. ഇതിന് കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല. സത്യത്തിൽ എൻ്റെ ഫ്യൂവൽ പമ്പ് ഫെയിലിയർ ആയിട്ടില്ല. അതിൻ്റെ അകത്തൊരു മൈനർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമേ ഉണ്ടാവില്ലായിരുന്നു. ആ കാര്യം ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി. അത്രയധികം സ്നേഹിക്കുന്ന ഒരു വണ്ടിയുടെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമോടെ പറയാൻ ചെല്ലുമ്പോൾ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആർക്കായാലും ദേഷ്യം വരും. സോ അവിടെ ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റ് ഇറങ്ങി. അതിന് ശേഷം ഈ പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, നിന്നെക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തവനാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ ഞാൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്താണ് പുള്ളിക്കാരൻ തെറി അവിടെ നിന്നിട്ട് വിളിക്കുന്നത്. KTMന്റെ ഷർട്ട് ഇട്ടിട്ടാണ് നീ മിസ്റ്റർ മനു, KTMന്റെ ജേഴ്സിയിൽ നിന്നിട്ടാണ് നീ എന്താ അവൻ പറഞ്ഞു? നീ കേട്ടില്ലേ? KTMന്റെ ഡ്രസ് ഇട്ടോണ്ടാണ് നീ. അതിവിടെ എല്ലാരും കേട്ടാ. നിൽക്കുന്ന പ്രശ്നമുണ്ടോ? മാറിക്കോ സൈഡിലേക്ക്. ഞാൻ ഇവനോട് സംസാരിക്കുന്നത്. നീ കേട്ടാൽ നീ പൊട്ടനായിരിക്കും. നീ KTMന്റെ ഡ്രസ്സിലാണ്. അത് ഒരിക്കലും ഒരു ഒഫീഷ്യലി ഒന്നും നടക്കാത്ത കാര്യമാണ്. പോയിക്കേ മനു സാറിനെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. തെറി പറഞ്ഞോ ഇല്ലയോ? ഞാനോട് പറഞ്ഞു, ഞാനതിന് തെറി പറഞ്ഞു.
തുപ്പിയ ഞാൻ നിന്നെ മുഖത്ത് തുപ്പിയിടുന്നില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പറ്റില്ല. അവിടുത്തെ വല്ല മെക്കാനിക്കൊക്കെ ആയിട്ടുള്ള പിള്ളേർ, ചെറിയ പിള്ളേരൊക്കെയാണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ്, ആദ്യമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇതുപോലെ തെറി വിളിക്കുന്നതെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ആ വീഡിയോയിൽ തന്നെ ഈ കോൺവെർസേഷൻ്റെ ഇടയിൽ വന്ന് പീസൊക്കെ കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ പിള്ളേർ പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ അവർ പോട്ടേന്ന് വെക്കുക, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്ന് വിചാരിക്കും. ഈ കൊച്ചി സൈഡിലുള്ള എൻ്റെ ഷോറൂമിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ വിഷമങ്ങൾ എല്ലാം ഒരു സീനിയർ എന്ന നിലയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വ്യക്തി നമ്മളെ തെറി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എന്നെ എന്നല്ല, ഏത് കസ്റ്റമറിനെ, ഇനി ഈ KTM ഷോറൂം എന്നല്ല, എല്ലാ ഷോറൂം, ഏത് ഷോറൂം എടുത്താലും അതിലൊരാളെ തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ അതുകൊണ്ട് ആ ഒരു ഒറ്റ റീസൺ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി KTMൻ്റെ നല്ല സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടൊരു KTM ഉണ്ടായിരുന്നു. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആക്ച്വലി നമ്മൾ ചായക്കടയിലൊക്കെ പോയി വർത്താനം പറഞ്ഞിരിക്കുന്ന പോലെ KTMൻ്റെ ഷോറൂമിലായിരുന്നു ഞങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. വണ്ടികളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെയുള്ള വണ്ടിയൊക്കെ നമ്മൾ പോയിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കും. അവിടെ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിനേക്കാളും മുന്നേ നമ്മളായിരിക്കും അവരോട് ചിലപ്പോൾ സംസാരിക്കുന്നത് വണ്ടീൻ്റെ നല്ല കാര്യങ്ങളെ പറ്റി. അങ്ങനെ ഒരു KTM ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സർവീസ് സെൻ്ററിൽ നമുക്ക് പോകാം, നമ്മുടെ വണ്ടി കാണാം, നമുക്ക് അടുത്തിരുന്ന് ലൈക്ക് നമ്മുടെ വണ്ടിക്ക് വേണ്ട എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്തു തരുന്ന ഒരു KTM ഉണ്ടായിരുന്നു. KTMൻ്റെ വണ്ടിയുടെ സ്പെക്കും പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെ ബ്രാൻഡ് ഉപയോഗിക്കുന്ന വണ്ടികളായിട്ട് സെഫിലും ഒക്കെ അടിയും പടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലം KTMനുണ്ടായിരുന്നു. ഓറഞ്ച് വണ്ടി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ വണ്ടി എടുത്ത് എവിടെയൊക്കെ പോകാം, എന്താ പറയുക, രാവിലെ എണീക്കുമ്പോൾ തന്നെ വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോകണമെന്നൊക്കെ തോന്നിയ പോലത്തെ ഒരു കാലം KTMനുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അന്ന് അവർ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു അവർ കസ്റ്റമറിനെ വെൽക്കം ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ എടുത്തു പറയുമ്പോൾ നമ്മളൊരു ഷോറൂമിലേക്ക് കയറി ചെല്ലുവാണെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചാൽ പോലും അവിടുത്തെ സെയിൽസിൽ അല്ലെങ്കിൽ മെക്കാനിക്കിലെ പയ്യൻ ചിരിച്ചു പോലും കാണിക്കത്തില്ല. അതായത് നമ്മളെന്തോ ഒരു വില്ലന്മാരുടെ ഇടയിലേക്കാണ്, നമ്മളെന്തോ തെറ്റ് ചെയ്തിട്ട് സർവീസ് സെൻറ്ററിൽ ചെയ്യുന്ന പോലെ കയറി ചെല്ലുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈവൻ സർവീസ് സെൻറ്ററിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഒരു പയ്യനെ കണ്ടു, നമ്മുടെ വണ്ടി പണിയെടുക്കുന്നവനാണ്, ചിരിച്ചു കാണിച്ചാൽ പോലും മൈൻഡ് ചെയ്യാത്ത രീതിയിലുള്ള കൈൻഡ് ഓഫ് ഇൻസൾട്ടിങ് ആണ്. സോ അങ്ങനെയുള്ള വരുന്നിടത്ത് നമുക്ക് അവിടെ നിൽക്കാൻ തോന്നത്തില്ല, അങ്ങനെയുള്ള സർവീസ് സെൻറ്ററിൽ നമുക്ക് പോകാനും തോന്നത്തില്ല. വീഡിയോ എടുക്കണമെന്നുള്ള ഇൻറ്റൻഷനൊന്നും പോയൊന്നുമല്ല. അവിടെ തെറി വിളിച്ച സമയത്ത് ഒബ്വിയസ്ലി ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ എനിക്ക് വീഡിയോ എടുക്കേണ്ടതായിട്ട് വന്നു. കുറച്ച് പേരെ അവർ തന്നെ അവരുടെ ടീമിൽ തന്നെ ആൾക്കാർ പിടിച്ചു മാറ്റുന്നുണ്ട്. കാരണം പറയുകയാണെങ്കിൽ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കയ്യാങ്കളി മൂഡായിട്ടുണ്ട്. ആർക്കും അവിടുത്തെ ഇരിക്കുന്ന ആൾക്കാർക്ക് വരുന്ന കസ്റ്റമറിനെ എന്തും ചെയ്യാം, എന്തും വിളിക്കാം, വേണേ തല്ലാം, ആ ഒരു രീതിയിലേക്ക് അത്രയധികം അതപ്പതിച്ച് പോയെന്ന് ഞാൻ പറയാം. കാരണം പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു KTM. വളരെ നല്ലൊരു KTM ഉണ്ടായിരുന്നു, ആൾക്കാരുടെ മനസ്സിൽ വളരെ ഇഷ്ടമുള്ളൊരു KTM ഉണ്ടായിരുന്നു. സർവീസ് സെൻറ്ററിലേക്ക് നമുക്ക് വണ്ടി വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന KTM ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പം കാണാനില്ല. വളരെ ഹാപ്പി ആയിട്ട് വണ്ടി എടുത്ത് നമ്മൾ പോരണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു സർവീസ് സെൻറ്ററിൽ പോയത്. പക്ഷേ അതൊരു ഡിസാസ്റ്ററായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് മാത്രമല്ല, മേ ബി പലർക്കും ഇതുപോലെയുള്ള സർവീസ് സെൻറ്റർ റിലേറ്റഡുള്ള ബാഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തായാലും ഈ ഒരു കംപ്ലയിൻറ്റ് KTM ഇന്ത്യ വഴി എന്തായാലും ഞാൻ ടേക്കപ്പ് ചെയ്യും. ഇതിനൊരു റെസൊല്യൂഷൻ ഉണ്ടാവാതെ എന്തായാലും ഞാൻ വിടത്തില്ല. കാരണം ഇത് എൻ്റെ മാത്രമല്ല, ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരി കസ്റ്റമേഴ്സിന്, അതായത് ഒത്തിരി KTM യൂസേഴ്സിന് ഇതുപോലുള്ള കുറേയധികം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം മെസ്സേജായിട്ടും കോളായിട്ടൊക്കെ എനിക്ക് കിട്ടി. സോ എന്തായാലും ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യുന്നവരെ ഞാൻ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരിക്കലും KTM എന്ന് പറഞ്ഞ ബ്രാൻഡിനെ അല്ല കുറ്റം പറയുന്നത്. KTM വന്നതിന് ശേഷമാണ് ആളുകൾ MT അതുപോലെ തന്നെ LS പോലുള്ള ഹെൽമെറ്റുകൾ തന്നെ, നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റുകൾ തന്നെ വെച്ച് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നല്ല ജാക്കറ്റുകൾ ഇട്ട് KTMൽ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊരു ട്രെൻഡായിരുന്നു. സോ അതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലാത്ത ഈ ജാക്കറ്റ് ഇടുക, അല്ലെങ്കിൽ 5000 രൂപ 6000 രൂപയുടെ ഹെൽമെറ്റ് വെക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്ത്യക്കാർക്ക് അത്ര ഹെൽമെറ്റോ 6000 രൂപയുടെ ഹെൽമെറ്റോ എന്നൊക്കെയായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനത്തെ ഉള്ള കോൺസെപ്റ്റ് എല്ലാം തിരുത്തി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാരെ ഫുൾ ജാക്കറ്റ് ഇട്ടും ഹെൽമെറ്റ് ഇട്ടും ഫുൾ സ്യൂട്ട് ഇട്ടൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ഒരു കമ്പനിയാണ് ശരിക്കും പറഞ്ഞാൽ KTM. അപ്പം ആ ഒരു കമ്പനിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയല്ല. പക്ഷേ ഈ കമ്പനിയിലുള്ള ഇതുപോലുള്ള സർവീസിൻ്റെ ആയാലും സെയിൽസിലായാലും ഇങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് തരുന്ന ആൾക്കാർ കാരണം ആ ഒരു കമ്പനിയുടെ തന്നെ റെപ്യൂട്ടേഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഇൻസിഡൻസ് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇനി ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് KTM വണ്ടി തന്നില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. കാരണം ഇതൊരു ലൈവായിട്ട് ഉണ്ടായ ഇൻസിഡൻ്റാണ്, എനിക്ക് നേരിട്ട് വന്നൊരു ഇൻസിഡൻ്റാണ്. ഞാൻ എൻ്റെ വീഡിയോ അടക്കം പ്രൂഫായിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്.
സോ എന്നിട്ട് അവർ അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കസ്റ്റമർ വേണ്ടാന്ന് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരിക്കലും കമ്പനിയെ കുറ്റം പറയല്ല, പക്ഷേ ഇതുപോലുള്ള ആളുകൾ കമ്പനിയെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ വഴി ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെയർ സ്റ്റോറി വരുന്നത്. എൻ്റെ ഫീലിങ്സിനെ ഹേർട്ടാവുന്ന രീതിയിൽ സംസാരിച്ചപ്പം അതിനെതിരെ ഞാൻ റിയാക്ട് ചെയ്യാനുണ്ടായത്. ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ വണ്ടിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമം വരുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സോ ഗൈസ്, നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കംപ്ലയിൻറ്റ് KTM ഇന്ത്യക്ക് അയച്ചിട്ടുണ്ട്. അവരുടെ അടുത്തുനിന്ന് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് വന്ന് ഈ ഒരു ഇഷ്യൂവിനുള്ളൊരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റെസൊല്യൂഷൻ വരുന്നവരെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ KTM ഒഫീഷ്യൽസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു റെസൊല്യൂഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സപ്പോർട്ടും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതൊരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സർവീസ് എന്നുള്ളത്. അപ്പോൾ സർവീസ് സെൻറ്ററിൽ നമുക്കൊരു മോശം അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അനുഭവിച്ചു കൊടുക്കാൻ പാടില്ല. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നവരെ ഞാൻ ഇതിൻ്റെ പുറകെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇഷ്യൂ മനസ്സിലായി എല്ലാവരുടെയും സപ്പോർട്ടും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനിയും മോട്ടോർ സൈക്കിൾ ട്രാവൽ റിലേറ്റഡ് ആയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് അപ്ഡേറ്റ്സ്, ഇപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്താ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.